നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചേ സ്വയം ഞാനൊരു മഹാസംഭവമാണെന്നൊന്നും രാജു വിചാരിക്കണ്ട. അയ്യോ ഇല്ലേ, ഋതിക മഹാറാണി പറയുന്നത് പോലെ ഈ രാജുവിന്റെ ഒരു കടമ മാത്രമാണ് ചെയ്തത്. അവിടുന്ന് വിചാരിക്കുന്നത് പോലെ ഈ ഉള്ളവന്റെ മനസ്സിലെ ഒരു അഹംഭാവവും ഇല്ലേ? ഇല്ലെങ്കിൽ രാജുവിന് കൊള്ളാം. ധന്യയുടെ നാട്ടിലെ ആളുകൾ വന്ന് നന്ദി പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ടിവിയിൽ അച്ഛനെ കുറിച്ച് നല്ല ന്യൂസ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയന്. നീയാണ് ശരിക്കും അത്ഭുതം കാണിച്ചത്. ഇപ്പൊ നീ കാണിച്ച അത്ഭുതം പോലെ ഇനിയും അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ കാണിച്ച് എനിക്കും അച്ഛനും ഇടയിലുള്ള അകലം നീ ഇല്ലാതാക്കില്ലേ കൃഷ്ണ? പ്ലീസ് കൃഷ്ണ, എന്നെ നീ സഹായിക്കണേ. ഓ അത് ശരി, അപ്പൊ ക്രെഡിറ്റ് മുഴുവൻ മാഡം കൃഷ്ണന് നൽകിയല്ലേ? രാജു എന്നോട് മിണ്ടണ്ട. ഒരു അത്യാവശ്യത്തിന് കോൾ ചെയ്യുമ്പോ രാജു ഫോൺ അറ്റൻഡ് ചെയ്യില്ല. പോട്ടെ, ഞാൻ അയച്ച മെസ്സേജിന് രാജു റിപ്ലൈ ചെയ്തോ? എന്നിട്ടിപ്പോ എല്ലാം കഴിഞ്ഞപ്പോ വന്നിരിക്കുന്നു. എനിക്കിനി രാജുവിന്റെ മുഖം കാണണ്ട. യു ആർ സച്ച് ആൻ ഇഡിയറ്റ്. അയ്യോ മാഡം, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ മാഡം, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട രാജു, എനിക്ക് രാജുവിന്റെ ന്യായങ്ങൾ ഒന്നും കേൾക്കണ്ട. എനിക്കതിനുള്ള സമയവും ഇല്ല. രാജു മനഃപൂർവ്വേ ലേറ്റ് ആയതാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്തിനാ മാഡം അങ്ങനെ ലേറ്റ് ആവുന്നത്? ഇവിടെ ചിലരൊക്കെ എന്റെ സമാധാനക്കേടാണല്ലോ ആഗ്രഹിക്കുന്നത്. രാജു ഇപ്പൊ അവരുടെ കൂടെ ആണോന്നാ എനിക്ക് സംശയം. അച്ഛൻ എന്നെ അടിച്ചപ്പോ രാജുവിന്റെ മുഖത്ത് വന്ന വിഷമം അഭിനയായിരുന്നില്ലേ? രാജു ശരിക്കും മനസ്സിൽ സന്തോഷിക്കായിരുന്നില്ലേ? രാജു എന്റെ വിഷമം കണ്ട് ആസ്വദിക്കുകയാണോന്ന് എനിക്ക് സംശയമുണ്ട്. രാജു ശരിക്കും ആട്ടം തോലണിഞ്ഞ ചെന്നൈയ. ഋതിക മാഡത്തിന് തെറ്റി. ഈ വീട്ടിൽ ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായി ഉണ്ടെന്ന് മാഡം പറഞ്ഞത് ശരിയാ. പക്ഷേ അത് ഞാനല്ല, അത് അംബിക മാഡത്തിന്റെ മകൻ ദീപക. രാജുവേട്ടാ, ആ കൈങ്ങ തന്നെ. രാജുവേട്ട ശരിക്കും സൂപ്പറാ. അതെന്താ രാജുവേട്ട ഒന്നും മിണ്ടാതെ പോയത്? എനിക്കറിയില്ല. നീ പോയി രാജുവിനോട് എന്നെ ചോദിക്ക്. ചേച്ചി രാജുവേട്ടനെ വഴക്ക് പറഞ്ഞോ? പിന്നെ പറയാതെ. ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈയും തരില്ല. ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അയ്യോ ചേച്ചി, ചേച്ചി എന്ത് പണിയായി കാണിച്ചേ? എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ. ആണോ? എങ്കി ചേച്ചി ഇതൂടെ കേട്ടോ. കലാനഗറിലെ ആൾക്കാരെ വിളിച്ചോണ്ട് വന്ന് വല്യച്ഛനെ അനുമോദിച്ചതും, ടിവിയില് വല്യച്ഛനെ കുറിച്ച് ന്യൂസ് വന്നതും, വല്യച്ഛന് സിഎമ്മിന്റെ കോള് വന്നതിന്റെയൊക്കെ പിന്നിൽ രാജുവേട്ടൻ തന്നെയായിരുന്നു. അയ്യോ, സത്യമാണ് നീ പറയുന്നേ? ചേച്ചി വെറുതെ ഒന്നും അറിയാതെ ആ പാവത്തിനെ വഴക്ക് പറഞ്ഞു. ഞാൻ ചെയ്തത് മോശമായി പോയി. ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് രാജുവിനെ എന്തൊക്കെയോ പറഞ്ഞു. എന്തൊരു ഫൂളാ ഞാൻ. രാജുവിനോട് സോറി ചോദിക്കണം. രാജു, എന്താ വലിയ ഗൗരവത്തിലാണല്ലോ? അയ്യോ, നമുക്ക് എന്ത് ഗൗരവം മാഡം? പിണക്കമാണെന്ന് തോന്നുന്നു എന്നോട്. എന്തിന്? എനിക്ക് ആരോട് ഒരു പിണക്കവുമില്ല. ആണോ? പിന്നെന്താ മുഖത്ത് ഇതുവരെ കാണാത്തൊരു ഗൗരവം? ഇപ്പൊ ശരിയായില്ലേ? രാജു, രാജുവിനോട് നന്ദി പറയാനാ ഞാൻ വന്നത്. ഞാൻ അറിഞ്ഞില്ല എല്ലാം ചെയ്തത് രാജു ആണെന്ന്. രാജുവിന് അറിയാലോ എനിക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണെന്ന്. പിന്നെ ധന്യയുടെ നാട്ടുകാര് വന്ന് അച്ഛനോട് നന്ദി പറഞ്ഞപ്പോഴും ടിവിയില് ന്യൂസ് കാണിച്ചപ്പോഴും ഒക്കെ ഞാൻ സ്വയം മറന്ന് സന്തോഷം നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രി വിളിച്ച് അച്ഛനോട് നന്ദി പറഞ്ഞപ്പോ
ശരിക്കും ഞാനങ്ങ് അഹങ്കരിച്ചു പോയി. ആ അഹങ്കാരത്തിലാ രാജു മുറിയിലേക്ക് വന്നപ്പോ ഞാൻ ദേഷ്യപ്പെട്ടത്. എല്ലാത്തിന്റെ പിന്നിലെ ബുദ്ധി ഈ തലയിന്നാണെന്ന് ഞാൻ അറിഞ്ഞോ? അപ്പു പറഞ്ഞപ്പോഴല്ലേ ഞാനെല്ലാം അറിയുന്നേ. ഇതൊക്കെ രാജുവിന് പറഞ്ഞാൽ എന്താ? ഒന്നും പറയില്ല. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് വഴക്കും കേൾക്കും. രാജുവിനോട് വഴക്ക് കൂടിയതിന് മാപ്പ് ചോദിക്കാനാ. മാഡം എന്താ ഈ പറയുന്നത്? എന്തിനാ മാഡം എന്നോട് മാപ്പ് ചോദിക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. മാഡം മാപ്പൊന്നും പറയണ്ട. ഓഹോ, രാജു എന്ത് വിചാരിച്ചു? ഞാൻ രാജുവിനോട് മാപ്പ് പറയുന്നോ? രാജുവിന്റെ മനസ്സിലെടുപ്പ് കൊള്ളാലോ. എന്നെ സേവ് ചെയ്യേണ്ടതേ രാജുവിന്റെ കടമയാ. ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും എന്നെ എന്ത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന് രാജു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഇത്തവണയും രാജു പറഞ്ഞ വാക്ക് പാലിച്ചു. ആ, ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചേ സ്വയം ഞാനൊരു മഹാസംഭവമാണെന്നൊന്നും രാജു വിചാരിക്കണ്ട. അയ്യോ ഇല്ലേ, ഋതിക മഹാറാണി പറയുന്നത് പോലെ ഈ രാജുവിന്റെ ഒരു കടമ മാത്രമാണ് ചെയ്തത്. അവിടുന്ന് വിചാരിക്കുന്നത് പോലെ ഈ ഉള്ളവന്റെ മനസ്സിലെ ഒരു അഹംഭാവവും ഇല്ലേ? ഇല്ലെങ്കിൽ രാജുവിന് കൊള്ളാം. മാഡത്തിന്റെ ഒരു കാര്യം. ശരിക്കും ഈ നാട്ടില് എന്റെ അത്രയും സൗന്ദര്യമുള്ള മറ്റൊരു പെൺകുട്ടി ഉണ്ടോ? ഇല്ല. എന്നിട്ട് രാജുവിനെന്താ എന്നൊരു മൈൻഡ് ഇല്ലാത്ത? നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചേ? എത്ര നേരമായെന്നറിയോ ഞാൻ കാത്തു നിൽക്കുന്നു. എവിടേക്കെങ്കിലും പോവാണെന്ന് പറഞ്ഞാ 100 കൂട്ടം ചോദ്യങ്ങളാ. എവിടേക്കാ പോകുന്നത്? എന്തിനാ പോകുന്നത്? എപ്പോഴാ തിരിച്ചു വരുന്നേ? പിന്നെ 1000 ഉപദേശങ്ങളും. നീ ലക്കിയ മോളെ. എന്താഗ്രഹവും സാധിച്ചു തരുന്ന, ഫുൾ ഫ്രീഡം തരുന്ന, പൂത്ത പണം കയ്യിലുള്ള അച്ഛനും അമ്മയും. അതൊക്കെ പോട്ടെ, അത്യാവശ്യമായി നീ എന്താ വരാൻ പറഞ്ഞത്? എന്റെ മനസ്സിന് തീരെ സമാധാനമില്ല. എന്താ പ്രശ്നം? എന്തു പറ്റി? പ്രശ്നം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഓ, രാജുവിന്റെ കാര്യമാണോ? അതെ, രാജുവിന്റെ കാര്യം തന്നെ. എടി, നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും സുന്ദരി ആരാ? സംശയം എന്താ? നീ തന്നെ. ഈ നാട്ടില് ഏറ്റവും നന്നായി ഡ്രസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതും ആരാ? അത് നീ തന്നെ. എന്നിട്ടും എന്റെ രാജു എന്താടി എന്നോട് സ്നേഹം കാണിക്കാത്ത? രാജുവിന് എന്നെ ഒന്ന് പ്രണയിച്ചാലെന്താ? 2 പ്രണയശലഭങ്ങളെ പോലെ രാജുവിന്റെ കൈയും പിടിച്ച് ഈ ലോകം മുഴുവനും പറന്നു നടക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നെ. നീ പറയുന്നതൊക്കെ രാജുവിനും കൂടി തോന്നണ്ടേ? അതിനൊരു വഴി പറഞ്ഞു തരാനാ നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.